പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയേണ്ട ഒരു സമയമാണ്. 2025 അവസാനിച്ചു. 2025 നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ജീവിതാനുഭവങ്ങളാണ് തന്നത്. നല്ലതും ചീത്തയും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായി. സങ്കടങ്ങളുണ്ടായി, ആനന്ദങ്ങളുണ്ടായി, കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റി, ചിലപ്പോൾ പ്രാർത്ഥന തീക്ഷ്ണത കുറഞ്ഞു. പല അനുഭവങ്ങളിലൂടെ ഈശോ നമ്മളെ വഴി നടത്തി. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ വർഷം മുഴുവൻ സന്തോഷമായിരുന്നവരൊന്ന് കൈർത്തോ. ഈ വർഷം മുഴുവൻ സന്തോഷമായിരുന്നു ഇല്ലേ? ഈ വർഷം മുഴുവൻ ദുഃഖമായിരുന്നവരൊക്കെ ഉണ്ടോ? അങ്ങനെയില്ല, രണ്ടും കിട്ടി അല്ലേ? സന്തോഷം ഉണ്ടായി, ദുഃഖം ഉണ്ടായി. നമുക്ക് എല്ലാം ജീവിതം മുഴുവൻ എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ലതും ഉണ്ടാകുന്നുണ്ട്, ചീത്തയും ഉണ്ടാകുന്നുണ്ട്. നമ്മളതൊക്കെ ഇടിച്ച് പിടിച്ച് അങ്ങനെ നിൽക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ എനിക്ക് സങ്കടത്തെക്കാൾ കൂടുതൽ സന്തോഷമാണ് ഈശോ തന്നത്. അങ്ങനെയുള്ളവരെന്ന് കയർത്തിക്കും. സങ്കടത്തെക്കാൾ കൂടുതൽ സന്തോഷമാണ് എനിക്ക്. ഉറക്കെ പറയാം ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ കൂടുതൽ ഈ വർഷം? നിങ്ങൾ കാരണം സങ്കടമായിരുന്നോ എന്ന് ചോദിക്കുന്നില്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈശോ ഒത്തിരി അധികം അനുഗ്രഹിച്ചൊരു വർഷമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. 12 മാസം എനിക്ക് ഒന്ന് പെട്ടെന്ന് കടന്നുപോയി. എനിക്ക് പേഴ്സണലി നോക്കിയാൽ എൻ്റെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് എൻ്റെ വൈദിക ജീവിതത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ ഒരു വർഷമായിരുന്നു ഈ 2025. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. അത് സങ്കടമായാലും സന്തോഷമായാലും ഒറ്റ കാര്യം നമ്മൾ ചെയ്യുന്നു. അത് ഓരോ ദിവസത്തിൻ്റെ അവസാനവും ഓരോ വർഷത്തിൻ്റെ അവസാനവും നമുക്ക് ഈശോയുടെ മുമ്പിൽ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ: ഈശോയെ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 5-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ആ വചനം ഇങ്ങനെയാണ് പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുക: എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കാൻ, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. വചനം നന്നായിട്ട് മനസ്സിലാക്കിയേ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മളിവിടെ ധ്യാനകേന്ദ്രത്തിലൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇപ്പോൾ ധ്യാനം കൂടുമ്പോൾ ഇല്ലെങ്കിൽ കൺവെൻഷനുകൾക്കൊക്കെ വരുമ്പോഴത്തേന് ഇങ്ങനെ പറയാറുണ്ട്: അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ ഹിതം ഒന്ന് പറഞ്ഞു തരാമോ? അല്ലെ, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഹിതം എന്താണ്? എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ജോലി, എൻ്റെ സ്വപ്നങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണ്? ആളുകൾ ചോദിക്കാറുണ്ട്. പൗലോസ് ശ്ലീഹ നല്ല സുന്ദരമായിട്ട് വ്യത്യസ്തമായിട്ട് പറയാണ്: എന്താണ് നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം? ഇതാണ് ദൈവഹിതം, നീ എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയുക. വലതുയർത്തി പറയാം ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ദിവസം അവസാനിക്കുമ്പോൾ, ഒരു വർഷം അവസാനിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വലിയൊരു സ്വപ്നം നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു, അത് പൂർത്തിയാകുമ്പോൾ, അത് റിസൾട്ട് വന്നത് നല്ലതാവട്ടെ മോശമാവട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച രീതി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയോ പറ്റാതിരിക്കുകയോ എന്തോ ആവട്ടെ, പൗലോസ് ശ്ലീഹ നമ്മളോട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്ന് പറയാണ്: ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവമായിരിക്കണം എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. പറയാം ഹല്ലേലൂയ. ഇപ്പോൾ അച്ഛൻ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് കേക്ക് തന്നു, അല്ല ഒരു പ്ലേറ്റ് ബിരിയാണി തന്നു, ഒരു കേക്ക് തന്നു. നിങ്ങൾ എന്നാ ചെയ്യണം? മണക്കുന്നങ്ങ് തിന്നണം, അതാണോ? അല്ല, ഞാൻ ഒരു സമ്മാനം നിങ്ങൾക്ക് തന്നു, തരത്തൊന്നുമില്ല, എന്നാലും നിങ്ങളങ്ങനെ വിചാരിച്ചോ? നിങ്ങൾ താങ്ക് യു പറയാറില്ലേ? നന്ദി ഇല്ലാത്തവർ അല്ലേ? ഒരു താങ്ക് യു എങ്കിലും, ഒരു കള്ളച്ചിരി എങ്കിലും നമ്മളൊന്ന് ഇളിച്ചെങ്കിലും കാണിക്കും. കൊള്ളാം അച്ചോ, താങ്ക് യു അച്ചോ എന്നൊക്കെ പറയും. ഒരാൾ ഒരു മധുരം തന്നു, ഒരു നേരത്തെ ഭക്ഷണം തന്നു, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തന്നു, നമ്മളെ ഒന്ന് സഹായിച്ചു, നമ്മൾ ഉറപ്പായിട്ട് നന്ദി പറയും. പക്ഷെ പൗലോസ് ശ്ലീഹ നമ്മളോട് പറയാണ്: നല്ല കാര്യത്തിന് നന്ദി പറയാനല്ല പൗലോസ് ശ്ലീഹ പറയുക. എന്ത് കാര്യത്തിന് നന്ദി പറയണം? എല്ലാ കാര്യത്തിനും. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്ത് കാര്യത്തിന്? എല്ലാ കാര്യത്തിനും. നമ്മുടെ ഒരു സാധാ മനുഷ്യ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, ആൾക്കാർ നല്ലത് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമ്പോൾ, ആൾക്കാർ നമുക്ക് നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ, നല്ല അനുഭവങ്ങൾക്കെല്ലാം നന്ദി പറയുന്ന മനുഷ്യനാണ്. പക്ഷേ ഈശോയെ സ്വീകരിച്ച, ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്ക് നല്ല കാര്യത്തിന് നന്ദി പറയല്ല വേണ്ടത്, എല്ലാ കാര്യത്തിനും നന്ദി പറയുക. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ വർഷം ഇല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളൊന്ന് എടുത്തേ, ഇന്നത്തെ ഒരു ദിവസം മാത്രം ഒന്ന് എടുത്തേ. ഇന്നിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് നല്ലത് സംഭവിച്ചിട്ടുണ്ട്, ചീത്തയും സംഭവിച്ചിട്ടുണ്ട്. പൗലോസ് ശ്ലീഹ പറഞ്ഞതനുസരിച്ച് നമ്മൾ നന്ദി പറയണം. ഉണ്ടായ നല്ലതിനും പറയണം, ഉണ്ടായ ചീത്ത അനുഭവത്തിനും നന്ദി പറയണം. എന്നുവെച്ചാൽ ഒരാൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സൂപ്പറാണെന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് നന്ദി പറയണം. ഒരാൾ നിങ്ങളെക്കൊണ്ട് പറയണം: നിങ്ങളെപ്പോലത്തെ തകിരീകട ഈ ലോകത്തിൽ വേറെ ഇല്ല, നിങ്ങളെപ്പോലത്തെ ഇത്രയും തലതെറിച്ചൊരു സാധനം വേറെ ഇല്ല എന്ന് പറയുമ്പോഴും അവരുടെ തലതെറിക്കുന്ന രീതിയിൽ ഒരു നന്ദി പറയണം. ആണോ? അങ്ങനെയല്ല. അവർ ചീത്ത പറയട്ടെ, അവർ വഴക്ക് പറയട്ടെ, അവർ തെറ്റിദ്ധരിക്കട്ടെ, ജീവിതത്തിലുണ്ടായ, ഒരു ദിവസം ഉണ്ടായ, ഒരു വർഷം ഉണ്ടായ എല്ലാ കാര്യത്തിനും കർത്താവിന് നന്ദി പറയുക. ഇതാണ് ദൈവഹിതം, മറ്റൊന്നുമല്ല.
ഇത് നാളെ ഞാൻ ഇത് ചെയ്യണം, ഇത് പഠിക്കണം, ഈ കോഴ്സിന് പോകണം, ഈ സ്ഥലത്ത് ജോലിക്ക് പോകണം, ഇതൊക്കെ ദൈവഹിതമാണ്. ഞാൻ ആരുമായിട്ട് കൂട്ടുകൂടണം, എല്ലാം ദൈവഹിതമാണ്. പക്ഷെ പൗലോസിലെ പറഞ്ഞു തരികയാണ്, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം. നിങ്ങളെല്ലാ കാര്യത്തിലും നന്ദി പറയുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പലതരം ഉയർത്തി പിടിച്ച് പറഞ്ഞേ, ഈശോയെ എല്ലാ കാര്യത്തിനും, നല്ലുറക്കെ പറ, ഈശോയെ എല്ലാ കാര്യത്തിനും ഞാൻ നന്ദി പറയുന്നു. നല്ല പ്രാർത്ഥനയാണോ? കുഞ്ഞു പ്രാർത്ഥന, വളരെ സിമ്പിളായൊരു പ്രാർത്ഥനയാണ്. എല്ലാ കാര്യത്തിനും ഈശോയ്ക്ക് നന്ദി പറയുക. അതിനകത്ത് നമ്മുടെ സങ്കടങ്ങളുണ്ട്, നമ്മുടെ സന്തോഷങ്ങളുണ്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെ നന്ദി പറയുക? പ്രത്യേകിച്ച് ഒരു വർഷം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ നമ്മുടെ അധ്വാനം, ഒരു ദിവസത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ, എല്ലാത്തിനും ഒടുക്കം എന്തിനാണ് നന്ദി പറയുന്നത്? സങ്കീർത്തനം 118 അതിൻ്റെ 24-ാമത്തെ വാക്യം വചനം എടുക്കാം. 118-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 24-ാമത്തെ വാക്യം. ഒരു ദിവസത്തിൻ്റെ ഒടുക്കം ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കി, നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, മോശമായി പോയോ, എങ്ങനെയായാലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രാർത്ഥനയാണ് 118-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 24-ാമത്തെ വാക്യം. എല്ലാവർക്കും ചേർന്നൊന്ന് വായിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ആ അവസാന ദിവസവും ഞങ്ങളാരും ബൈബിൾ കൊണ്ടുവരില്ല. അങ്ങനെയൊക്കെയാണ്. നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 118-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് വായിച്ചേ. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്കിന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വചനം വായിക്കാനോ അത് എഴുതാനോ ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും, ഇത് വിശ്വസിക്കാനും ചിലപ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, 2025-ൽ ഒത്തിരി സങ്കടങ്ങളുണ്ടായ മനുഷ്യരില്ലേ? സന്തോഷിക്കാൻ ഒരു കാരണം പോലും ഇല്ലാതെ ജീവിച്ച് ഇങ്ങനെയെങ്കിലും തള്ളി നീക്കി ആത്മഹത്യ ചെയ്യാൻ പേടിയുള്ളത് കൊണ്ട് മാത്രം 2025-നെ അതിജീവിച്ച മനുഷ്യരുണ്ട്. ഒരു ദിവസത്തെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ എങ്ങനെയെങ്കിലും ശ്വാസം മുട്ടി കട്ടിലിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഉന്മേഷം കിട്ടേണ്ടതും, നമുക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങേണ്ടതും, പിറ്റേ ദിവസം സർവ്വശക്തിയോടെ ഉണർന്നെഴുന്നേൽക്കേണ്ടതും ഒറ്റ ബോധ്യമാണ് വേണ്ടത്, ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കിപ്പോൾ പിന്തിരിഞ്ഞൊന്ന് നോക്കിയാൽ കഴിഞ്ഞൊരു വർഷക്കാലം ഉണ്ടായ എല്ലാ മോശം അനുഭവങ്ങളും ഓർത്ത് നോക്കി. എനിക്ക് തോന്നുന്നു എൻ്റെ 2025 ആരംഭിച്ചത് ഒരു ബോംബ് പൊട്ടിക്കൊണ്ടാണ്. ഒരു വലിയ ബോംബ്, ഒന്നാം തരം ബോംബ്. 1-ാം തീയതി കർത്താവ് ഒരു ഇൻ്റർവ്യൂ തന്നു, 2-ാം തീയതി നല്ല ഉഗ്രൻ ഒരു ബോംബ്. ആ ബോംബ് പൊട്ടി അതിൻ്റെ പുക അടങ്ങിയത് ഫെബ്രുവരി മാസത്തിലാണ് 2025. അതൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് വിചാരിച്ചപ്പോഴത്തേന് വേണ്ട ഈ ലാസ്റ്റ് ഒക്ടോബർ മാസത്തിൽ വേറൊരു ബോംബ് പൊട്ടി. അത് ഒതുങ്ങി തീർന്നത് ഡിസംബർ മാസം 20-ാം തീയതിയാണ്. എന്താ വെച്ചാൽ ആ ബോംബിൻ്റെ ചൂടിൽ ഫ്രഷായിട്ട് നിൽക്കുകയാണ്. ഞാൻ വെച്ച്, കർത്താവെ, എനിക്ക് ഏറ്റവും അനുഗ്രഹം കിട്ടിയ, ഏറ്റവും സ്പീഡിൽ കടന്നു പോയൊരു വർഷമാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ സ്ട്രഗിൾസിൻ്റെ ഒരു വർഷം കൂടിയായിരുന്നു. എൻ്റെ പടം പൊളിഞ്ഞു പോകുന്നു തോന്നുന്ന പോലത്തെ അനുഭവങ്ങളായിരുന്നു. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സംഭവിച്ചത് നല്ലതാവട്ടെ, സംഭവിച്ചത് മോശമാവട്ടെ, ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞൊരു വർഷക്കാലം തോറ്റുപോയവരുണ്ട്, സങ്കടപ്പെട്ട് നിന്നവരുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, പ്രിയപ്പെട്ട ഒരാളുടെ മരണം കാരണം ചങ്ക് വാടി കീറിപ്പോയ ഒരാളുണ്ട്. ഇത് വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത്, ഈശോയ്ക്ക് നന്ദി പറയുന്ന ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒറ്റ കാര്യം, ഇത് കർത്താവ് ഒരുക്കിയതാണ്. നല്ലതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് പറയാം, ഇത് ഈശോ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നല്ലോ, കർത്താവ് വലുതാണ്, കർത്താവ് വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു. പക്ഷേ സങ്കടങ്ങളുടെ സമയത്ത്, വെല്ലുവിളികൾ ഉണ്ടായപ്പോൾ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ, കർത്താവെ നീ പോലും കൈവിട്ടോന്ന് തോന്നിയ സമയത്ത് പോലും ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റണം, ഇത് കർത്താവ് ഒരുക്കിയതാണ്. പറയാൻ പറ്റുമോ? നമ്മളങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും മൊത്തം പോയി, ഉണ്ടായിരുന്ന കുഞ്ഞുക്കളിയും കൂടെ മുട്ടയിടാൻ പോയി എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. മൊത്തം ബോധം കൂടെ പോയി, വേദന വന്നിട്ട്, സഹനം വന്നിട്ട് ഉള്ള ബോധം കൂടെ പോയെന്ന് ആൾക്കാർ വിചാരിക്കും. പക്ഷേ ഈശോയിൽ ബോധ്യമുള്ള, ഈശോയിൽ വിശ്വാസമുള്ള ഒരാൾക്ക് പറയേണ്ടതാണ്, ഇത് കർത്താവ് ഒരുക്കിയതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കത് പറയാൻ പറ്റുമോ? വീട്ടിലൊരാളുടെ മരണം നടന്നു കഴിയുമ്പോൾ ഇത് കർത്താവ് ഒരുക്കിയതാണ്. സങ്കടപ്പെട്ട് കരഞ്ഞു കഴിയുമ്പോൾ, വിഷമിച്ച് അവസാനിച്ച് കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഈശോയുടെ മുമ്പിൽ പോയി എന്ന് പറയണം, കർത്താവേ ഇത് നീ ഒരുക്കിയതാണ്, ഞാനിത് ഏറ്റെടുക്കുന്നു. ഒരു വലിയ പരാജയം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങളൊരു സമൂഹത്തിൻ്റെ മുഴുവൻ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടി വന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു, നിങ്ങളുടെ ആശ്രയമായിരുന്ന ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന, നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജയം നിങ്ങൾക്ക് കിട്ടാതെ പോയി. അതിൻ്റെ ഒടുക്കം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, കർത്താവേ ഇത് നീ ഒരുക്കിയതാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് നിൽക്കാൻ നമുക്ക് പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ഈ അടുത്തിടയ്ക്കൊരു സ്ഥലത്തൊരു ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയ സമയത്തൊരു പയ്യനെ അവൻ്റെ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അച്ഛാ നിരീശ്വരവാദിയായി പോയ അച്ഛാ, എന്നാ ചെയ്യണം?
ഞാൻ ചോദിച്ചു, നിരീശ്വരവാദിയായിപ്പോയി കൊച്ചെങ്ങനെ എൻ്റെ ധ്യാനം കൂടാൻ വേണ്ടി വന്ന്? അല്ല, അതൊക്കെ വന്നു എന്ന് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നിരീശ്വരവാദിയല്ല, എന്തൊരു സങ്കടം ഉണ്ടായി കാണും. അങ്ങനത്തെ നിരീശ്വരവാദികളുണ്ടല്ലോ. അപ്പോൾ ഇവനോട് അങ്ങനെ സംസാരിച്ചോളൂ, 10 മിനിറ്റ് സംസാരിച്ചോളൂ. ഇവൻ ചെയ്ത് കൂട്ടിയ കാര്യം എന്താണെന്നറിയോ? അവന് ഉറപ്പായിരുന്നു ഒരു പരീക്ഷ, അത് ഉറപ്പായിരുന്നു ഇവൻ ജയിക്കുമെന്ന്. അവൻ ഉറപ്പായിരുന്നു. നന്നായിട്ട് പഠിക്കുന്നൊരു കൊച്ചാണ്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടായി. പരീക്ഷ നന്നായിട്ട് പൊട്ടി. ഇവന് ഉറപ്പായിരുന്നു ഇവൻ വിജയിക്കുമെന്ന്, അത് നല്ല രീതിയിൽ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൻ അതിനനുസരിച്ചുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായിട്ട് നന്നായിട്ട് അങ്ങ് തോറ്റു. ഇവൻ എന്നാ ചെയ്യുന്നറിയോ? നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. ബൈബിളൊക്കെ വായിക്കും, ജപമാല അർപ്പിക്കും, ബലിയർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. ഇവൻ ചെയ്തൊരു കാര്യം, അമ്മച്ചിയുടെ മുമ്പിൽ നിന്ന് വീട്ടിലെ ഷോക്കേസിൽ, മീൻസ് പ്രാർത്ഥന മുറിയിൽ വെച്ചിരുന്ന ആ ഷെൽഫിൽ വെച്ചിരുന്ന ഈശോയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. അതെടുത്തവൻ ഈ രൂപത്തിൻ്റെ കാലെ പിടിച്ചിട്ട് തലയടിച്ച് പൊട്ടിച്ചു. ഈശോയുടെ ഒരു രൂപം. പാവമ്മച്ചി, നിഷ്കളങ്കയായ അമ്മച്ചിയുടെ ചങ്ക് തകർന്നു പോയില്ലേ മോനിങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴത്തേനും. അപ്പോഴത്തേനും അമ്മച്ചി വിധിച്ചു, ഇവൻ നിരീശ്വരവാദിയാണ്. അവൻ നിരീശ്വരവാദിയായതല്ല, അവൻ അത്രയും വലിയൊരു സങ്കടം വന്നു. കാരണം അവൻ ഇങ്ങനെ ഈശോയോട് ചോദിക്കുകയാണ്, ഇനി എന്നതാ ഈശോയോട് ചോദിക്കണ്ടേ? ഞാൻ പ്രതീക്ഷിച്ചൊരു വിജയം, ഞാൻ തല്ലിപ്പൊളിയായിട്ട് നടക്കുകയല്ല, പഠിച്ചു, പ്രാർത്ഥിച്ചു, ഈശോയിൽ ആശ്രയിച്ചു. പക്ഷേ എനിക്ക് അർഹമായൊരു വിജയം, ഞാൻ പ്രതീക്ഷിച്ചത് മാത്രമല്ല, ഞാൻ അർഹിച്ചൊരു വിജയം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ഈശോയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ രൂപം, അവരെല്ലാ ദിവസവും പ്രാർത്ഥിക്കാനിരുന്ന സ്ഥലത്തെ ഈശോയുടെ രൂപം എടുത്ത് തല തല്ലിപ്പൊളിച്ച് കളഞ്ഞു. നമ്മളാരും അങ്ങനത്തെ ക്രൂരതയൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഈശോയെ ചോദ്യം ചെയ്തൊക്കെ കാണും. കർത്താവേ, ഞാൻ എന്തോരം ആശ്രയിച്ചു, എന്തോരം പ്രാർത്ഥിച്ചു, ഇന്ന് പ്രാർത്ഥിച്ചില്ലേ, ഈ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് എനിക്ക് ഇങ്ങനൊരു വിഷമം നീ എനിക്ക് തന്നേന്ന് ചോദിച്ച് ചിലപ്പോൾ കർത്താവിനെ ചോദ്യം ചെയ്തു പോകുന്ന സമയമുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് സംഭവിച്ചാലും ഇതൊരു വെല്ലുവിളി പോലെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തേ. ദൈവമേ, എന്നാ സംഭവിച്ചാലും ഇത് അങ്ങ് ഒരുക്കിയതാണെന്ന് വിശ്വസിക്കാൻ എൻ്റെ ഹൃദയത്തിനൊരു തുറവി തരണേന്ന് വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. നാളെ, അടുത്ത വർഷം, അടുത്ത ദിവസം, അടുത്ത മാസങ്ങളിൽ ചിലപ്പോൾ വലിയ സഹനങ്ങളെ ചിലപ്പോൾ നമ്മൾ അതിജീവിക്കേണ്ടി വരും. വലിയ ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ വന്നതെന്ന് വരും. കഴിഞ്ഞ വർഷം ചിലപ്പോൾ വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് പോയെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ വെല്ലുവിളികൾ വന്നേക്കാം. അവിടെ നമുക്ക് പറയേണ്ട ഒരൊറ്റ കാര്യമാണ്, സങ്കീർത്തനം 118 സങ്കീർത്തനത്തിൽ 24 വാക്യത്തിൽ പറയുന്ന പോലെ, ഇത് കർത്താവ് ഒരുക്കിയതാണ്, ഞാൻ സന്തോഷിച്ച് ഉല്ലസിക്കും. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പരീക്ഷ തോറ്റാൽ എന്നാന്ന് പറയണം? എൻ്റെ കർത്താവേ. ജോലി കിട്ടാതെ പോയാൽ എന്നാ പറയണം? മക്കൾ വഴിതെറ്റിയാൽ എന്നാ പറയണം? ചിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവേ ഒരു ആനന്ദം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോണം. ഇത് അങ്ങറിയാണ്ടൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് അങ്ങ് ഒരുക്കിയതാണ്. ഞാൻ ദുഃഖിക്കില്ല, ഞാൻ സങ്കടപ്പെടില്ല, ഞാൻ പരാതിപ്പെടില്ല. അങ്ങ് അറിഞ്ഞ് സംഭവിച്ചതാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എന്നെ നയിക്കാൻ അങ്ങയുടെ മുമ്പിൽ ഇപ്പോഴും പദ്ധതിയുണ്ട്. ഇത് കർത്താവ് ഒരുക്കിയതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, നിങ്ങളുടെ വീട്ടിലുള്ളവർ, നിങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ ചിലപ്പോൾ ഈ തെറ്റിദ്ധരിച്ചേക്കാം. ഈ ഒരു വർഷം അങ്ങനത്തെ, ഈ ഒരു ദിവസം അങ്ങനത്തെ ഒരു സങ്കടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. നന്ദി പറയണം എല്ലാ കാര്യത്തിനും. പൗലോസ് പറഞ്ഞ വാക്യം ഒന്നും കൂടെ ഞാൻ ഉറപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ആഴത്തിൽ പതിയണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയാണ്, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. നല്ലതിന് മാത്രമല്ല, ഉണ്ടായ എല്ലാ തിക്താനുഭവങ്ങൾക്കും നന്ദി പറയുക. ചിലപ്പോൾ നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്ന മരക്കൊമ്പുകൾ കർത്താവ് തന്നെ പിടിച്ച് കുലുക്കി ഒടിച്ച് കളയും. നമുക്ക് ആശ്രയമായിരുന്ന ഈ ജോലി ചിലപ്പോൾ നമുക്കൊരു കാരണം പോലും പിടികിട്ടാതെ ചിലപ്പോൾ കയ്യിൽ നിന്നിങ്ങനെ വഴുതിപ്പോയി നമ്മളിരുന്ന ആ കൊമ്പ് ഒടിച്ച് കളയും കർത്താവ്. നമുക്ക് ആശ്രയമായിട്ട് നിന്ന ചില ബന്ധങ്ങളെ കൺമുമ്പിൽ വെച്ച് അവരെ നമുക്കെതിരാക്കി മാറ്റും. ചില സമയത്ത് നമുക്ക് ഒരു ഉത്തരവും കിട്ടൂല. കർത്താവ് ഇത് അങ്ങ് ഒരുക്കിയതാണ് ഞാൻ അറിയുന്നു, ബട്ട് വൈ, എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ഇത്രയും മോശമായൊരു അനുഭവം നീ ഒരുക്കി? ചോദ്യങ്ങൾ 100 ഉത്തരം ഒന്നും കിട്ടത്തുണ്ടാവില്ല. ഈശോ ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കും. എന്തിനിങ്ങനെ ഒരു അനുഭവം തന്നു എന്ന് ചോദിച്ചിട്ട് ഈശോ മിണ്ടാണ്ടിരിക്കും. ഒരു ചോദ്യം ചോദിക്കേണ്ട, ഒരു പരാതിയും പറയണ്ട, ഒരു സങ്കടം പറയണ്ട, നന്ദി മാത്രം പറയുക. അനുഭവിച്ചത് ഏറ്റവും വലിയ സങ്കടമാണേലും ആ സങ്കടത്തെ ഓർത്തും ഈശോയ്ക്ക് നന്ദി പറയുക. ഇത് കർത്താവ് ഒരുക്കിയതാണ്, അവൻ ഒരുക്കിയതാണെങ്കിൽ അതിലെന്നെ അവൻ ഒരുക്കി കളയത്തില്ല. ഇതിനകത്ത് അവൻ എന്നെ പുത്തനായിട്ട് ഒരുക്കുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. വചനം പറഞ്ഞു പോലെ കേട്ടോ. എന്നെ സംഭവിച്ചാലും പറഞ്ഞേക്കണം. എന്നെ പറയണം, നിങ്ങളെ ഞാൻ തുറച്ചു നോക്കിയാൽ എന്നാ പറയണം? ഇത് കർത്താവ് ഒരുക്കിയതാണെന്ന് പറയണം. നിങ്ങൾ നാളെ വീട്ടിലൊക്കെ ചിലവില്ലെങ്കിൽ നാളെ ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേനും ആൾക്കാർ നിങ്ങളോട് 2 വഴക്കുണ്ടാക്കും. എന്നാ പറയണം? ഇത് കർത്താവ് ഒരുക്കിയ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം, ഇത് കർത്താവ് ഒരുക്കിയതാണ്. അങ്ങനെയല്ല, നമുക്ക് അങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. എന്തോരം മനുഷ്യരുടെ ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തോരം സാഹചര്യങ്ങൾ നമ്മൾ ജീവിക്കുന്നത്. എല്ലാം അത്ര സ്മൂത്തായിട്ടൊന്നും പോകണമെന്നില്ല. പക്ഷേ എല്ലാ സമയത്തും ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ ഇത് പറഞ്ഞോണം, ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, ഇത് കർത്താവ് ഒരുക്കിയ വർഷമാണ്, ഇത് കർത്താവ് ഒരുക്കിയ ഒരു അവസരമാണ്,
എല്ലാ സഹനങ്ങളും അത് പറയണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടായ എല്ലാ അനുഭവങ്ങളും കർത്താവ് ഒരുക്കിയതാണ്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ മനസ്സിലോട്ടൊരു കാര്യം കൂടെ ഓർപ്പിക്കണം. കർത്താവ് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി, അത് ചിലപ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടാവില്ല, ദഹിക്കുന്നുണ്ടാവില്ല, നമ്മൾ പ്രതീക്ഷിച്ചൊരു രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ സംഭവിച്ചത്. എന്നിട്ട് ഇത് കർത്താവ് ഒരുക്കിയതാണെന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ മാറി നിന്ന് സങ്കടപ്പെടുകയല്ല ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട സോറികളെ, ഇത് ഹൃദയത്തിലോട്ടൊന്ന് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. കർത്താവ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ അതൊരു സഹനമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാകാം, നമ്മുടെ മുമ്പിൽ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാകാം. കർത്താവ് ഇങ്ങനൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ ഒരുക്കി കർത്താവ് മാറി നിന്ന് കൈകെട്ടി നിൽക്കുകയല്ല, ഉറപ്പായിട്ടും സഹായിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നുണ്ടോ? മറ്റേത് നമുക്ക് ഉത്തരം കിട്ടത്തില്ല. എന്തിനിങ്ങനെ ഒരു സങ്കടം തന്നു, എന്തിനിങ്ങനെ ഒരു ചോദ്യം എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു, എന്തിനിങ്ങനെ ഒരു കണ്ണുനീര് എനിക്ക് തന്നു, നൂറുകണക്കിന് ചോദ്യമാണ്, ഉത്തരം കിട്ടില്ല. പക്ഷെ നമുക്ക് ഉറപ്പുള്ള ഒരു ഉത്തരം ഇതാണ്: ഒരുക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവ് സഹായിക്കുകയും ചെയ്യും. എല്ലാം കർത്താവ് തരുന്നതാവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ മണ്ടത്തരങ്ങൾ കൊണ്ട് വരുന്ന സഹനങ്ങൾ ഉണ്ടാകാം. മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരുക്കിയ സങ്കടങ്ങൾ ഉണ്ടാകാം. പിശാച് നമ്മളെ തകർത്ത് കളയാൻ വേണ്ടി ശ്രമിച്ച സങ്കടങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇതിനൊക്കെ അപ്പുറമായിട്ട് ആര് എത്ര വലിയ സഹനം ഈ ലോകം മുഴുവൻ നമുക്കെതിരെ ഒരുക്കിയാലും സഹായിക്കാൻ നമുക്കൊരാൾ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാമോ? ഇത് വിശ്വസിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ. ഒരു വർഷം പുതിയത് മുമ്പോട്ട് പോകാമെന്ന് മാത്രമല്ല, ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്ന ഈ ഒരൊറ്റ ചിന്തയിലായിരിക്കണം: കർത്താവെ, ഈ വർഷം ഇങ്ങനെ പൂർത്തിയാക്കി, ഈ അക്കാഡമിക് ഇയർ പൂർത്തിയാക്കി, ഈ ജോലിയുടെ ഒരു വർഷം പൂർത്തിയാക്കി, ഈ മിനിസ്ട്രി പൂർത്തിയാക്കി, ഇപ്പോൾ സങ്കടങ്ങളുണ്ടായി, ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, പക്ഷേ കർത്താവെ നീ എന്നെ സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പഴയ നിയമത്തിലൊരു സുന്ദരമായ വായന എനിക്ക് കഴിഞ്ഞ വർഷങ്ങളൊക്കെ വായിച്ചിട്ട് ബൈബിളിലെ വായിച്ച സംഭവങ്ങളൊക്കെ ഒത്തിരി എന്നെ ആകർഷിച്ചൊരു അനുഭവമാണ് ഈ സാമുവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം, എൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽക്കാർ വലിയൊരു സഹനത്തിലൂടെ കടന്നു പോവാണ്. എല്ലാവരും നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഉയരുന്നു, അപ്പം തന്നെ ശത്രുക്കളുടെ ശബ്ദവും ഉയരുന്നു. കർത്താവിനോട് അവർ നിലവിളിച്ച് അപേക്ഷിച്ചു. സാമുവേൽ പ്രവാചകൻ ഇങ്ങനെ ഒരു വലിയ ബലിയർപ്പണമൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ നടത്തുന്നുണ്ട്. ബലിയർപ്പണം കഴിഞ്ഞിട്ടും ശത്രുക്കൾ പിന്മാറുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ശത്രുക്കൾ പിന്മാറുന്നില്ല. പക്ഷേ ശത്രുക്കൾ വർദ്ധിക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് കർത്താവ് അത്ഭുതകരമായിട്ട് അവരുടെ ഇടയിൽ ഇടപെട്ട് അവരെ സഹായിക്കുകയാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 1 സാമുവേൽ 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ സാമുവേൽ പ്രവാചകൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ 2 സ്ഥലങ്ങൾ, മിസ്പ, ജഷാന എന്ന് പേരുള്ള 2 സ്ഥലങ്ങളുടെ നടുക്ക് ഒരു കല്ല് കൊണ്ടിട്ടിട്ട് പറയും: കർത്താവ് ഇതുവരെ നമ്മളെ സഹായിച്ചു, യഹോവ ഇതുവരെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിന് എബനേസർ എന്ന് പേരിടും. ഈ വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുന്നു. ഈ വചനവും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇതുവരെ കർത്താവ് സഹായിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഇതുവരെ എനിക്ക് സഹനങ്ങളുണ്ടായി, ഇന്ന് മുഴുവൻ എനിക്ക് വേദനകളുണ്ടായി, കഴിഞ്ഞൊരു കാലം മുഴുവൻ എനിക്ക് സങ്കടങ്ങളുടെ ഒരു ഘോഷയാത്ര മാത്രമേ ഉണ്ടായുള്ളൂ. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഒന്നിന് പുറകെ ഒന്നായിട്ട് പരാജയങ്ങളും കണ്ണുനീരുകളും തിക്താനുഭവങ്ങളും സങ്കടങ്ങളും ഉണ്ടായുള്ളൂ. പക്ഷേ ഉറപ്പായിട്ടും എൻ്റെ കർത്താവ് എന്നെ ഇതുവരെ സഹായിച്ചു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, രാവിലെ എഴുന്നേക്കാൻ തോന്നാതെ, കർത്താവ് ഇന്ന് എഴുന്നേക്കണ്ടെന്ന് തോന്നാത്ത രീതിയിൽ സങ്കടങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. വൈകിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കട്ടിലോട്ട് പോകുന്നുണ്ട്. എത്ര സഹനങ്ങളുള്ളൊരു ദിവസത്തിൻ്റെ ഒടുക്കവും എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമുക്ക് പറയാൻ പറ്റണം: ഇതുവരെ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. എത്ര വേദനയിലും അത് പറയാൻ പറ്റണം. ഉണ്ടായി നമ്മളെ തെറ്റിദ്ധരിച്ചില്ലേ, നമ്മൾ ചെയ്യാത്തത് നമ്മുടെ മേൽ ആരോപിച്ചില്ലേ, ഇനി നമ്മുടെ ഒരു അബദ്ധം കാരണം നമ്മൾ കണ്ണീര് കുടിക്കേണ്ടി വന്നില്ലേ, മനുഷ്യർ നമ്മളെ ചുറ്റും നിന്ന് ആക്രമിച്ചില്ലേ, കടവും രോഗങ്ങളും വേദനകളും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലേ, പ്രതീക്ഷിക്കാത്തൊരു അപകടം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലേ, പള്ളി പോകുന്ന വഴിക്ക് ഉരുണ്ടുകെട്ടി വീണ് സങ്കടപ്പെട്ടവരില്ലേ. പക്ഷെ നമുക്ക് ഒടുക്കം ഒരു ദിവസത്തിൻ്റെ അവസാനം നമുക്ക് പറയേണ്ട ഇത്രയേ ഉള്ളൂ: ഇതുവരെ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. തോറ്റ് നിൽക്കുമ്പോഴത് പറയണം, സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ പറയണം, ഒറ്റയ്ക്ക് കരയുമ്പോഴത് പറയണം: എൻ്റെ കർത്താവ് എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, പക്ഷേ ഇതുവരെ നീ എന്നെ സഹായിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇനിയും കർത്താവ് എന്നെ സഹായിക്കും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനഭാഗം മറക്കില്ല കേട്ടോ. 1 സാമുവേൽ 7:12 മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ ഒരു കല്ലിട്ടിട്ട് ജനത്തിൻ്റെ മുമ്പിൽ ഈ വിശ്വാസത്തിൻ്റെ കല്ല് പാകിക്കൊണ്ട് സാമുവേൽ പറഞ്ഞു: എബനേസർ ഇതുവരെ യഹോവ സഹായിച്ചു. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനം, ഒരു ദിവസം അവസാനിക്കുമ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇത് പറയാൻ പറ്റണം: എൻ്റെ കർത്താവ് ഇതുവരെ എന്നെ സഹായിച്ചു. നമ്മൾ നോക്കുമ്പോൾ ചുറ്റും നിന്ന് നമ്മൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച ആരും അവിടെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു സങ്കടം വിളിച്ച് പറയുമ്പോൾ, ഞാൻ ഈ അടുത്തിടയ്ക്ക് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായ സമയത്ത് എനിക്ക് നന്നായിട്ട് എന്നോട് ഭയങ്കരമായിട്ട് സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ വിളിച്ച് ഞാൻ പറഞ്ഞു: ഒരു 10 മിനിറ്റ് ഒന്ന് കേട്ടിരുന്നേ.
എന്നോട് ആദ്യം പറഞ്ഞ ഡ്രൈവ് ചെയ്യുവാണ്, പിന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാനൊക്കെ വിളിക്കുമ്പോൾ തന്നെ എടുക്കണ്ടേ, എടുത്തു. പക്ഷേ ഡ്രൈവ് ചെയ്യും, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് ചോദിച്ചു. ഞാൻ കൃത്യം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയണം, ഞാനേ തട്ടുകടയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ രാത്രി വിളിക്ക്. ഭയങ്കര ആത്മാർത്ഥ സുഹൃത്താണ്. ദൈവമേ, അവനിത് കേൾക്കുമായിരിക്കും, പക്ഷെ അതാരാന്ന് അവന് 10 മിനിറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ. മുട്ട ഓംലേറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, മുട്ട ഓംലേറ്റ് തിന്നാണ്. ഓംലേറ്റ് അടിക്കുന്ന സമയത്ത് നമ്മുടെ ചങ്ക് പൊട്ടിയ വേദനയൊക്കെ ആർക്ക് കേൾക്കാൻ? ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. അത്ര വലിയ സങ്കടത്തിൻ്റെ ഒന്നുമല്ല. പക്ഷേ ഇതിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറ്റം പറയുമ്പോൾ വിഷമിക്കുന്ന ഒരു അനുഭവമില്ലേ? അതുപോലെ എനിക്ക് അങ്ങനത്തെ കുറ്റം പറയാനല്ലായിരുന്നു, ഉള്ളിലൊരു വല്ലാത്തൊരു വീർപ്പുമുട്ടൽ, ഇത് ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ 10 മിനിറ്റ് വണ്ടി ഓടിക്കുക. അടുത്ത 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ തട്ടുകടയിലിരിക്കുക. ഇങ്ങനത്തെ ടീമുകളാണ് നമുക്ക് കൂട്ടുകാരായിട്ടൊക്കെ ഈശോ തരുന്നത്. നമ്മളിരിക്കുന്ന കൊമ്പുകളെല്ലാം ഒടിച്ച് കളയും. നമുക്ക് ആശ്രയമായിട്ട് പറന്ന് പോയി തളർന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മരച്ചില്ല കണ്ടുപിടിക്കുമ്പോൾ ആ മരച്ചില്ല കർത്താവ് ഒടിച്ച് കളയും. അവൻ വണ്ടി ഓടിക്കും, അവൻ മുട്ട ഓംലെറ്റ് കഴിക്കാൻ പോകും. എന്നിട്ട് നമ്മളിങ്ങനെ വായും പൊളിച്ച് മുകളിലോട്ട് നോക്കും. മുട്ട ഓംലെറ്റ് വേണ്ടിയിട്ടില്ല, കർത്താവേ അവനും പോയി അവളും പോയി, നീ മാത്രം. അപ്പോൾ കർത്താവ് പറയും, അതിന് വേണ്ടിയിട്ടാണ് അവനെ തട്ടുകടക്കയറ്റിയതും അവനെ വണ്ടി ഓടിപ്പിച്ചതും ഇങ്ങനെ നിന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതും. നീ അവനെ നോക്കണ്ട, അവളെ നോക്കണ്ട, വായും പൊളിച്ച് കണ്ണും തുറന്ന് നീ എന്നെ മാത്രം നോക്കിയാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം ഇതുവരെ സഹായിച്ചതാ കൂട്ടുകാരനല്ല, കൂട്ടുകാരിയല്ല, ഗുരുക്കന്മാരല്ല, മുമ്പേ നടന്നവരല്ല, മാതാപിതാക്കളല്ല. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരൊറ്റയാൾ പോലും ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാനോ കേട്ടിരിക്കാനോ സഹായിക്കാനോ ഒരു കൈനീട്ടി പിടിച്ച് കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കാനോ ഒരാൾ പോലും ഇല്ലാത്ത സമയം വരും. ഈ കുഴിയിലേക്കൊന്ന് എത്തി നോക്കി സഹതപിക്കാൻ പോലും ആൾക്കാരില്ലാത്ത സമയങ്ങൾ വരും. വന്നിട്ടുണ്ട്, ഇന്ന് വന്നു, കഴിഞ്ഞ വർഷം വന്നു. പക്ഷെ അപ്പോൾ ആ കുഴിക്കകത്ത് കിടന്ന ആ കുഴിയുടെ ആഴം നോക്കാതെ, ഈ കുഴിയിലേക്ക് വീണതിൻ്റെ വേദനകൾ ഓർക്കാതെ, എന്തുകൊണ്ട് ഈ കുഴിയിൽ നിന്നൊന്നും ആലോചിക്കാതെ നേരെ കണ്ണും തുറന്ന് മുകളിലോട്ട് നോക്കുകയുള്ളേ. കർത്താവേ കുഴിക്കകത്താണ്. അപ്പം കർത്താവ് പറയും, വീണത് ഞാൻ കണ്ടടി. അങ്ങനെയെങ്കിൽ നീ ഒന്ന് നോക്കിയാൽ ആ നോട്ടത്തിൽ കർത്താവിൻ്റെ കണ്ണുകൾ താഴേക്ക് ഇറങ്ങി നിന്നെ ഈ കുഴിക്കകത്തുനിന്ന് കൈപിടിച്ച് പൊക്കും. കർത്താവ് മാത്രമേ പൊക്കത്തുള്ളൂ. എബനേസർ ഇതുവരെ യഹോവ സഹായിച്ചു, ഇനിയും സഹായിക്കും. പലതരത്തിൽ പറയാം ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്നൊരു ദിവസം അവസാനിക്കുമ്പോൾ കർത്താവ് സഹായിച്ചെങ്കിൽ നാളെയും സഹായിക്കും. എങ്ങനെ സഹായിച്ചു? എൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടിയില്ല, പക്ഷെ എന്നെ ഒരു ദിവസം കൂടെ പൂർത്തിയാക്കാൻ കർത്താവ് അനുവദിച്ചെങ്കിൽ നാളെ ഒരു ദിവസത്തേക്കും കൂടെ കർത്താവ് എന്നെ സഹായിക്കും. ഈ ഒരു വർഷം സഹനങ്ങളിലൂടെ വേദനകളിലൂടെയൊക്കെ കടന്നുപോയിട്ടും ഇത് പൂർത്തിയാക്കാൻ കർത്താവ് എന്നെ സഹായിച്ചെങ്കിൽ പുതിയൊരു വർഷത്തിലും കർത്താവ് തന്നെ എന്നെ സഹായിക്കും. ഓരോ ദിവസവും ഈ എബനേസർ ഈ കല്ല് ഇടുക, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ കല്ലെടുത്തൊന്ന് ഉറപ്പിക്കുക, ഈ വിശ്വാസം ഉറപ്പിക്കുക, എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു, ഇനിയും സഹായിക്കും. എവിടെയെങ്കിലും നിങ്ങൾ സഹായിക്കുന്നു പ്രതീക്ഷിച്ചവർ തിരിഞ്ഞു നിന്നപ്പോൾ, മറഞ്ഞു നിന്നപ്പോൾ, മാറി നിന്നപ്പോൾ ഈ കല്ലേലേക്ക് നോക്കുക. വിശ്വാസമാകുന്ന ഈ കല്ലേൽ നിന്നോണ്ട് ഈശോയെ നോക്കുക. ഇതുവരെ സഹായിച്ചവൻ ഇനിയും സഹായിക്കും. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാനും ഇത് കർത്താവ് ഒരുക്കിയതാണെന്ന് തിരിച്ചറിയാനോ വിശ്വാസം പ്രഖ്യാപിക്കാനോ ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരുടെ ഉള്ളിലുണ്ടാവേണ്ട ബോധ്യം ഇതാണ്: അവൻ സഹായിച്ചു. അവൻ സഹായിച്ചില്ലായിരുന്നെങ്കിലോ, അല്ലേ? കൂട്ടുകാർ സഹായിക്കാതിരുന്നപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു, അപ്പനും അമ്മയും മനസ്സിലാക്കാത്തപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു, ജീവിത പങ്കാളി കൂടെ നിൽക്കാഞ്ഞപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു. നിങ്ങളിതിൻ്റെ മുകളിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. കർത്താവും കൂടെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഈ ദിവസങ്ങൾ പൂർത്തിയായാനെ? അവൻ്റെ സാന്നിധ്യം കണ്ടില്ലെങ്കിലും ഇത് ഹൃദയത്തിലൊക്കെ ഏറ്റെടുക്കുക. ഹി വാസ് ദെയർ. ഈശോ അവിടെ ഉണ്ടായിരുന്നു, ഈശോ സഹായിച്ചു. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി പുതിയ വർഷത്തിൽ എൻ്റെ ഒരു ആത്മീയ വായനയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ യോഹന്നാൻ ക്രൂസ്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ കർമ്മല മലയേറ്റം ഇരുണ്ട രാത്രി. വല്ലാത്തൊരു പുസ്തകമാണ്. മലയാളമൊക്കെ നന്നായിട്ട് അറിയാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊന്ന് എടുത്ത് വായിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും മലയാളം നമുക്കൊട്ടും അറിയത്തില്ല എന്ന് മനസ്സിലാവും. ഭയങ്കര കട്ടിയുള്ള ലാംഗ്വേജാണ്. ഇതിനകത്ത് ഇങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരുപാട് സ്ട്രഗിളുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം. ഒരു ഈ സ്വർഗം ഇല്ലെങ്കിൽ ഈ ഒരു കർമ്മല മല, ഈ ഗ്രേസിൻ്റെ മൗണ്ടൻ, ഈ ഒരു കൃപയുടെ മലയിലെത്താൻ വേണ്ടി ഒരു ഇടുങ്ങിയ പാതയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെ യോഹന്നാൻ ക്രൂസ് ഭയങ്കര സുന്ദരമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയുണ്ട്, ഈശോയെ പോലും കാണുന്നില്ലാത്ത അവസ്ഥകളെക്കുറിച്ച്. അവിടെ ഉണ്ടെന്നറിയാം, പക്ഷെ ആ പ്രസൻസ് കിട്ടുന്നില്ല. ഈശോ യോഹന്നാൻ ക്രൂസ് പറയാണ്, കർത്താവെ ഞാൻ കാണുന്നില്ലെങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ്. എൻ്റെ കൺമുമ്പിൽ ഒരു അടയാളം കാണുന്നില്ലെങ്കിലും ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യാണ്, ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ്. എൻ്റെ കൺമുമ്പിൽ ഒന്നും കാണുന്നില്ല, ഒരത്ഭുതവും ഒരടയാളവും, വാതിൽ തുറക്കുന്ന ഒരു ശബ്ദം പോലും ഞാൻ കേൾക്കുന്നില്ല.
ഈ വാതിലിൻ്റെ മുമ്പിൽ, ഈ അടഞ്ഞു കിടക്കുന്ന ഈ തടസ്സത്തിന് മുമ്പിൽ കിടന്ന് ഞാൻ കൊട്ടി വിളിക്കുകയാണ്, മുട്ടുകുത്തി നിൽക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു ഉത്തരവും കിട്ടുന്നില്ല. പക്ഷേ ഈ വാതിൽ തുറന്നില്ലേലും, വാതിൽ ഞരങ്ങുന്ന ഒരു ശബ്ദം പോലും കിട്ടില്ലെങ്കിലും, ഐ സ്റ്റിൽ ബിലീവ്, ഐ സ്റ്റിൽ ട്രസ്റ്റ്. എൻ്റെ കൺമുമ്പിൽ ഒരു തരി വെളിച്ചം പോലും കാണുന്നില്ലെങ്കിലും ഞാൻ നിന്നിൽ ആശ്രയിച്ച് നിൽക്കുകയാണ്. ഒരു ശബ്ദം പോലും നിന്നിൽ ഞാൻ കേട്ടില്ലെങ്കിലും നിൻ്റെ സ്വരം ഞാൻ വിശ്വസിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഓരോ ദിവസവും നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എല്ലാത്തിനും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇത് കർത്താവ് ഒരുക്കിയതാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഇതുവരെ സഹായിച്ചവൻ ഇനിയും സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നും കിടന്നുറങ്ങുമ്പോൾ, നാളെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളിന്ന് കിടക്കുന്നതെങ്കിലും എഴുന്നേൽക്കുന്നതെങ്കിലും ഒരടയാളവും കൺമുമ്പിൽ കണ്ടില്ലെങ്കിലും ഇത് ഹൃദയത്തിലേക്ക് വിശ്വസിച്ചോളുക, ഇതുവരെ സഹായിച്ചവൻ ഇനിയും സഹായിക്കും. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ പൗലോസ്ലീഹായുടെ വലിയ ആത്മകഥാപരമായിട്ടുള്ള വലിയൊരു എഴുത്താണ്. ഉണ്ടായ വലിയ സഹനങ്ങളെക്കുറിച്ചൊക്കെ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. 2 കൊരിന്ത്യർ 12 അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. വചനം നന്നായിട്ട് അറിയാവുന്നതാണ്, ഒന്നുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ആ വചനം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2 രീതി അത് വായിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഈശോ പൗലോസ്ലീഹയോട് പറയാണ്, നിനക്ക് എൻ്റെ കൃപ മതി. അടുത്ത വചനം എങ്ങനെയാണ്? ബലഹീനതയിലാണ് എൻ്റെ കൃപ പൂർണ്ണമായും വെളിപ്പെടുന്നത്, എൻ്റെ ശക്തി പൂർണ്ണമായും വെളിപ്പെടുന്നത് ബലഹീനതയിലാണ്. നിനക്കെൻ്റെ കൃപ മതി എന്ന് പൗലോസ്ലീഹയോട് ആരാ പറയുന്നത്? ഈശോ പറയാണ്. അടുത്ത വചനം ഇങ്ങനെ വായിച്ച് ശ്രദ്ധിച്ചേട്ടെ. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇത് ആരാ പറയുന്നത്? പൗലോസ്ലീഹയാണോ പറയുന്നത്? ഈശോയാണോ പറയുന്നത്? ആണോ? മലയാളത്തിലായതുകൊണ്ട് മൊത്തം കൺഫ്യൂഷനാണ്. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇത് പറയുന്നത് ഈശോയാണോ പൗലോസ്ലീഹയാണോ? 2 രീതിയിൽ വേണേൽ അതിനെ വായിച്ചോ, 2 രീതിയിൽ അങ്ങ് വായിക്കുക. പൗലോസ്ലീഹയോട് പറയാണ്, നിനക്ക് എൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി നീ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പോകുന്നത്. കേട്ടുന്നുണ്ടോ? നീ വീക്കായിട്ട് നിൽക്കുകയാണ്, നീ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, നിനക്ക് ശക്തിയില്ലാതെ നിൽക്കുകയാണ്. പക്ഷെ നിൻ്റെ ഈ ശക്തിയില്ലായ്മയിൽ, നിൻ്റെ ഈ സങ്കടത്തിൽ, നിൻ്റെ ഈ തോൽവിയിലാണ് നീ എന്ത് മനസ്സിലാക്കാൻ പോകുന്നത്? എൻ്റെ ശക്തി, നീ വിശ്വസിക്കുന്ന നിൻ്റെ ദൈവത്തിൻ്റെ ശക്തി നീ മനസ്സിലാക്കുന്നത് തോറ്റ് നിൽക്കുമ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? നമുക്കതൊരു അനുഭവം ഉണ്ടല്ലോ. ഈശോയെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എന്നിട്ടും പിടിച്ചു നിൽക്കുന്നു. കാരണം എന്താണ്? നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാണ്. ഇത് മറ്റൊരു ആംഗിളിൽ കൂടെ വായിക്കാം. പൗലോസ്ലീഹ ഇത് എഴുതുന്ന പോലെ വായിച്ചേ. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടുന്നത്. പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ വായിക്കണത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് എൻ്റെ ശക്തി ശരിക്കും തെളിഞ്ഞു വരുന്നത്. അർത്ഥം പിടികിട്ടുന്നുണ്ടെന്ന് കരുതുന്നു. കാരണം ശക്തി അപ്പം ആരുടേതാണ്? ഈശോയുടേതാണ്. ഞാൻ ഏറ്റവും വീക്കായി നിൽക്കുമ്പോഴും എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒത്തിരി സഹനങ്ങളുണ്ടായി, ഒത്തിരി വെല്ലുവിളികളുണ്ടായി, എന്നിട്ടും എനിക്കൊരു ദിവസം പൂർത്തിയാക്കാൻ പറ്റി, എനിക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റി. എൻ്റെ ബലഹീനതയിൽ ശക്തി പ്രകടമായി, ശക്തി കൂടി. ആരുടെ ശക്തി? ഈശോ എനിക്ക് തന്ന ശക്തി. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പൗലോസ്ലീഹ പറയണത്, എനിക്ക് സഹനങ്ങൾ ഉണ്ടാവട്ടെ, വേദനകൾ ഉണ്ടാവട്ടെ, തിരസ്കാരങ്ങൾ ഉണ്ടാവട്ടെ. അടുത്ത വചനം ഇങ്ങനെയാണ്, ബലഹീനതയിൽ, ആക്ഷേപങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, പീഡനങ്ങളിൽ, അത്യാഹിതങ്ങളിൽ ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വീക്കായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ ഇവിടെ ജയിച്ച് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എനിക്ക് വേണ്ടി ജയിച്ച് എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരാളിവിടെ നിൽക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസം അവസാനിക്കുമ്പോൾ, ഒരു വർഷം അവസാനിക്കുമ്പോൾ, പുതിയൊരു ദിവസത്തിലേക്കൊക്കെ നമ്മൾ കടക്കുന്ന സമയത്ത്, കർത്താവെ, ആക്ഷേപങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ ഉണ്ടായി, ഇതെല്ലാം മാറ്റിത്തരണേ. ഇതെല്ലാം മാറ്റിത്തരത്തൊന്നുമില്ല. കഴിഞ്ഞ ഒരു കൊല്ലം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാം ഒന്നും മാറ്റിത്തരത്തില്ലെന്ന് മനസ്സിലായില്ലേ? ചിലതൊക്കെ നമ്മളെ മാറ്റും, ചിലതൊക്കെ നമ്മളെ നന്നായിട്ട് മാറ്റും, നമ്മളെ മിടുക്കന്മാരും മിടുക്കികളൊക്കെ മാറ്റും. ശരിക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലഹീനതകൾ ഉണ്ടാവട്ടെ, ഈ വേദനകൾ ഉണ്ടാവട്ടെ, ഇതിലെല്ലാം നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ശക്തി നിറയുന്നു? നീ ബലഹീനനായിരിക്കുമ്പോൾ, നീ ശക്തി കുറഞ്ഞ് നിൽക്കുമ്പോൾ ഈശോയുടെ ശക്തി നിന്നിൽ പ്രകടമാകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനങ്ങളൊക്കെ ഒന്ന് നിർത്തി വായിക്കണം കേട്ടോ. 10-ാമത്തെ വാക്യം. അതുകൊണ്ട് ബലഹീനതകൾ ശാരീരികമാകാം, മാനസികമായിട്ടായിരിക്കാം, ആത്മീയമായിട്ടായിരിക്കാം, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നു പോകുന്ന സമയങ്ങൾ, ആക്ഷേപങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അത് നല്ല രസമാണത്. ആക്ഷേപങ്ങൾ, നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കുന്നു. ഇനി ചിലപ്പോൾ നമ്മളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ആളുകൾ നമ്മളെ കളിയാക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ പേരിലായിരിക്കാം, നമ്മുടെ നിറത്തിൻ്റെ പേരിലായിരിക്കാം, നമ്മുടെ കുടുംബത്തിൻ്റെ പേരിലായിരിക്കാം, നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ചെയ്തു പോയൊരു തെറ്റിൻ്റെ പേരിലായിരിക്കാം.
ഇനി നമ്മുടെ ഒരു അബദ്ധം കാരണം നമുക്ക് പറ്റിപ്പോയൊരു എന്നോ സംഭവിച്ചൊരു തെറ്റിൻ്റെ പേരിൽ ചിലപ്പം ഒരു നാളുകളോളം ചിലപ്പോൾ നമ്മൾ കളിയാക്കപ്പെട്ടേക്കാം. നീ പണ്ട് അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെയല്ലേ, നിൻ്റെ വീട്ടുകാരിങ്ങനെയല്ലേ. ആക്ഷേപങ്ങൾ മുഴുവൻ കേൾക്കേണ്ടി വരും. അധിക്ഷേപങ്ങൾ, ആക്ഷേപങ്ങൾ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ, ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും സങ്കടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മളെ പിഴിയുന്ന ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായാലോ. ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ, അത്യാഹിതങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ആക്സിഡൻറ്റ് പറ്റുകയെന്നുള്ളതല്ല, പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന എല്ലാം, പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന അനുഭവങ്ങൾ, പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരാളെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, ചങ്ക് തകർന്നു പോകും. അത്യാഹിതം ഒരു ആക്സിഡൻറ്റിനെക്കാട്ടും വലുതായിരിക്കും ചിലപ്പോൾ. പെട്ടെന്ന് ഒരാൾ ദേഷ്യപ്പെടുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്തപ്പോൾ. എല്ലാ അത്യാഹിതങ്ങളിലും, ആക്ഷേപങ്ങളിലും, അവഹേളനങ്ങളിലും, ബലഹീനതകളിലും ഞാൻ തോറ്റു നിൽക്കുമ്പോഴും ഞാൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബലഹീനനായിരിക്കുമ്പോഴാണ്, തോറ്റു നിൽക്കുമ്പോഴാണ് ഞാൻ വിജയിച്ച് കയറുന്നത്. കാരണം ആ ബലഹീനതയിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ കർത്താവിൻ്റെ ബലം ഞാൻ അറിയുന്നു. വലതുകൈയോർത്തി പറ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എന്തുകൊണ്ടാണ് എല്ലാ കാര്യത്തിനും നന്ദി പറയണമെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാ കാര്യത്തിനും നന്ദി പറയാൻ എളുപ്പമല്ല. നല്ലതിന് നന്ദി പറയാൻ എളുപ്പമാണ്, എല്ലാത്തിനും നന്ദി പറയാൻ എളുപ്പമല്ല. എളുപ്പമാകേണ്ടത് എപ്പോഴാണ്? ഈശോയെ ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് എനിക്കുണ്ടായ സഹനങ്ങൾ, ആക്ഷേപങ്ങൾ, അവഹേളനങ്ങൾ, തെറ്റിദ്ധാരണകൾ, കളിയാക്കലുകൾ. കാരണം അവിടെയൊക്കെ ഞാൻ തീർത്തും ഒരു വട്ടപ്പൂജയായി പോയപ്പോൾ നീ എന്നെ ശക്തിപ്പെടുത്തി. ആ ബലഹീനതയിൽ ഞാൻ തോറ്റുപോയപ്പോൾ നീ എന്നെ ബലപ്പെടുത്തി. ഈശോയ്ക്ക് നന്ദി പറയണം. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കുഞ്ഞു വചനം കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഓരോ ദിവസം അവസാനിച്ച് പുത്തനൊരു ദിവസത്തിലേക്കൊക്കെ നമ്മൾ കയറുമ്പോഴും എല്ലാം നമുക്ക് ശക്തി നൽകേണ്ട വചനങ്ങളിൽ ഒന്നാണിത്. ഹെബ്രായർ 13 അതിൻ്റെ 8-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് ഉറക്കെന്ന് വായിക്കുക. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. എല്ലാവരും ഒന്ന് ഉറക്കെ ഒരുമിച്ച് വായിച്ചേ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, കർത്താവെ കഴിഞ്ഞൊരു വർഷക്കാലം എന്തോരം സങ്കടങ്ങളുണ്ടായി, ഇല്ലെങ്കിൽ ഞാനൊന്ന് മാറാൻ ആഗ്രഹിച്ചു. ഓരോ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ നല്ല തീരുമാനം എടുക്കത്തില്ലേ? നിങ്ങൾ എടുക്കാറുണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഡിസംബറിലേ തീരുമാനം എടുക്കും. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്, ഡിസംബറിലേ തീരുമാനം എടുക്കും. അപ്പോൾ പിന്നെ ഒരു വിഷമം തോന്നത്തില്ല, അടുത്ത വർഷമില്ല, അവിടം വരെ എത്തത്തില്ല. ഇപ്പോൾ 2026 തീരുമാനം 2025 ഡിസംബർ 1-ാം തീയതി എടുക്കും. ഇപ്പോൾ ഒരു ക്രിസ്മസിന് മുമ്പ് തന്നെ നമ്മളത് പൊട്ടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. കഴിഞ്ഞ കൊല്ലമാണല്ലോ എന്ന് ഓർത്ത് നമുക്കിങ്ങനെ ആശ്വസിക്കും. 1-ാം തീയതി ഒന്നും വലിയ തീരുമാനം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. 1-ാം തീയതി തീരുമാനം എടുത്താൽ 2-ാം തീയതി സങ്കടമാകുന്നുണ്ട്. വലിയ തീരുമാനങ്ങളിലൊന്നും അല്ല. നമുക്ക് മനസ്സിലാകും കർത്താവിൻ്റെ കൃപയിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒറ്റ കാര്യം ഓർക്ക്, കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് പുത്തനൊരു ദിവസത്തേക്ക്, പുത്തനൊരു വർഷത്തിലേക്കൊക്കെ ഞാൻ കടക്കുമ്പോൾ കർത്താവെ ഒന്നും മാറിയിട്ടില്ലല്ലോ. സഹനങ്ങളോ സങ്കടങ്ങളോ ഒന്നും മാറിയിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ മാറിയിട്ടില്ല. നമ്മൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ വ്യക്തിക്ക് ഒരു മാറ്റവും ഇല്ല. നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരുന്നില്ല. ഈ സാമ്പത്തിക സ്ഥിതിക്ക്, ആത്മീയ സ്ഥിതിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ശക്തി നൽകേണ്ട ഒറ്റ കാര്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വർഷം പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ഈ വർഷം ഞാൻ പുത്തൻ തീരുമാനം എടുക്കുമ്പോഴും നാളെ ചിലപ്പോൾ ആ തീരുമാനത്തിൽ ഞാൻ വീണു പോയാലും അപ്പോഴും യേശു ക്രിസ്തു എൻ്റെ ദൈവം വിജയിച്ച് തന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ കഴിഞ്ഞ കൊല്ലം തോറ്റാലും ഇന്ന് തോറ്റാലും നാളെ ഞാൻ തോറ്റുപോയാലും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഞാൻ എൻ്റെ സ്വഭാവം, എൻ്റെ ജീവിത രീതി ഒന്ന് മാറ്റാൻ ആഗ്രഹിച്ചു, ഒരു മാറ്റവും ഇല്ല. ഈശോ മാറാതെ അവിടെ തന്നെയുണ്ട്. പ്രിയപ്പെട്ട ഒരാളുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരു കഴിഞ്ഞ കൊല്ലം മുഴുവൻ മുട്ടുകുത്തി നിന്നവരുണ്ട്, ധ്യാനം കൂടിയവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്, ഉപവസിച്ചവരുണ്ട്. ഒരു മാറ്റം അവരിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ യേശു ക്രിസ്തു മാറാതെ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്പോഴും കൂടെ തന്നെ നിൽക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, അതുകൊണ്ട് പുത്തനൊരു ദിവസമോ പുത്തനൊരു വർഷമോ പുതിയൊരു തീരുമാനങ്ങളോ പുത്തൻ സ്വപ്നങ്ങളോ എന്തു തന്നെ ആവട്ടെ, നമ്മളെ മുൻപിൽ നിന്ന് നയിക്കേണ്ടത് ആരാണ്? ഈശോ മിശിഹ, ഇന്നലെയും ഇന്നും എന്നും ഒരാളായ ഈശോ തന്നെ. ആ ഒരാൾ ആരാണ്? ഈശോ ആരാണ്? എനിക്ക് വിജയം നൽകുന്നവൻ. പ്രത്യേകിച്ച് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ, ഞാൻ വീണ് നിൽക്കുന്ന സമയത്ത്, തോറ്റുപോയി നിൽക്കുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തി എനിക്ക് വിജയം നൽകുന്ന എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ മാറ്റമില്ലാതെ നിൽക്കുന്നുണ്ട്. ഞാൻ മാറി, എൻ്റെ സ്വഭാവം മാറി, ഞാൻ ചിലപ്പോൾ ഈശോയിൽ നിന്ന് പോലും അകന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഈശോ മാറാതെ എൻ്റെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ട്. സങ്കീർത്തനം 16:8 ദാവീദ് പ്രാർത്ഥിക്കുന്നില്ലേ, കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ കാണുന്നു. കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ കാണും. നിങ്ങൾ മാറി നിന്നോ, നിങ്ങളെന്നെ നോക്കാതിരുന്നോ, നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചോ,
നിങ്ങളെ വിഷമിപ്പിച്ച സകലരോടും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയണം. നിങ്ങൾ മാറാതെ നിന്നോ, നിങ്ങളെ സങ്കടപ്പെടുത്തിക്കോ, നിങ്ങളെന്നെ വിഷമിപ്പിച്ചോ, പക്ഷേ എൻ്റെ കൺമുമ്പിൽ ഞാൻ ഒരാളെ കാണുന്നു. ആരെ? ഈശോയെ. എന്നെ നിങ്ങൾ ബലഹീനനാക്കിക്കോ, എന്നെ നിങ്ങൾ തളർത്തിക്കളഞ്ഞു, പക്ഷേ ഞാൻ കൺമുമ്പിൽ ഒരാളെ കാണുന്നു. കടബാധ്യതകളോടും രോഗങ്ങളോടും വേദനകളോടും ഒക്കെ പറയണം, നിങ്ങൾ എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചോ, കൺമുമ്പിൽ ഞാൻ ഒരാളെ കാണുന്നു. ആക്ഷേപങ്ങളോടും അധിക്ഷേപങ്ങളോടും അവഹേളനങ്ങളോടും തെറ്റിദ്ധാരണകളോടും ഒറ്റുകൊടുക്കലുകളോടും ഈ പീഡനങ്ങളോടും പൗലോസ്ലീഹ പറഞ്ഞു തന്ന ഈ ബലഹീനതകളോടെല്ലാം പറയണം, ഞാൻ മാറിയിട്ടില്ല, നിങ്ങളെന്നെ മാറ്റാൻ ശ്രമിച്ചിട്ടും മാറുന്നില്ല, പക്ഷെ എൻ്റെ കൺമുമ്പിൽ ഞാൻ ഒരാളെ കണ്ടുകൊണ്ടിരിക്കുന്നു, എനിക്ക് വിജയം നൽകുന്ന എൻ്റെ കർത്താവ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ.